നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിന്റെ പേരിടുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് പാലക്കാട് നഗരസഭാ കൗൺസിലിൽ നടന്നത്. അതേസമയം പേര് ഇട്ട് അത് പാസ്സായി എന്ന് മുദ്രാവാക്യം BJP പ്രവർത്തകർ മുഴക്കുന്നതും BJP അംഗങ്ങൾ മുഴക്കുന്നതും നമുക്ക് കേൾക്കാമായിരുന്നു. വലിയ കയ്യാങ്കളി തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത്. BJP കൗൺസിലർമാരും പ്രതിപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ് കണ്ടത്. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു വിവരങ്ങളുമായി. പ്രസാദ്, ഒരു കൈവിട്ട കയ്യാങ്കളിയാണ് അവിടെ നടന്നിരിക്കുന്നത്. പോലീസ് കൃത്യമായി ഇടപെട്ടിട്ടുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇതിനിടെ ആ പ്രമേയം അംഗീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് BJP കൗൺസിലർമാർ മുദ്രാവാക്യം മുഴക്കുന്നതും കേൾക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ലക്ഷ്മി, ഇപ്പോൾ മുഴുവൻ അജണ്ടയും പാസ്സായി എന്ന് പറഞ്ഞുകൊണ്ട് ചെയർപേഴ്സൺ യോഗം അവസാനിപ്പിച്ചതോടുകൂടിയാണ് നഗരസഭാ കൗൺസിൽ യോഗം കൂട്ടടിയിലേക്ക് പോയിട്ടുള്ളത്. അതിൽ LDFന്റെയും അതോടൊപ്പം തന്നെ UDFന്റെയും എല്ലാം തന്നെ ആളുകൾ BJP കൗൺസിലർമാർക്കെതിരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റവും അതൊരു വലിയ കയ്യാങ്കളിയുമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ UDFന്റെ കൗൺസിലർമാർ നഗരസഭാ സെക്രട്ടറിയുടെ ഓഫീസിന് മുമ്പിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ പ്രതിഷേധം അവസാനിപ്പിക്കുകയാണ്. പറയാത്ത വിഷയമാണ് ഇന്ന് RSS ഫാസിസ്റ്റ് BJP നടപ്പിലാക്കിയിട്ടുള്ളത്. ചട്ടം, മുനിസിപ്പൽ ചട്ടങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പേരുകൾ വെക്കാൻ പാടില്ല. സെക്രട്ടറി ഇതുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ UDF കോടതിയെ സമീപിക്കും. അജണ്ട പാസ്സായി എന്നാണ് അജണ്ടകൾ പാസ്സാക്കിയും പ്രിയപ്പെട്ട പാലക്കാടിന്റെ ബഹുമാന MLA ഇതിനെതിരെ ഒരു വിയോജിപ്പ് കൊടുത്തിരുന്നു. 45ാമത്തെ അജണ്ടയായി ആ അജണ്ട ക്യാൻസലാക്കി കൊണ്ടിട്ടാണ് ഈ തീരുമാനം ചെയർപേഴ്സൺ തീരുമാനിച്ചിട്ടുള്ളത്. അതിനെതിരെ UDF ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കാരണം സെക്രട്ടറി ഇതിന് മറുപടി പറയണം. കാരണം ചട്ടങ്ങളിൽ പറയാത്ത വിഷയം പാസ്സാക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ അനുമതി വേണം. ആ അനുമതി പോലും ഇല്ലാതെയാണ് ഇത് പാസ്സാക്കിയിട്ടുള്ളത്. കൗൺസിൽ ഹാളിൽ ഒരിക്കലും പാസ്സാക്കാൻ കഴിയില്ല. കാരണം ചട്ടങ്ങളിലും മുനിസിപ്പൽ ചട്ടങ്ങളിലും 565 ചട്ടങ്ങളില് ഈ വിഷയം പറഞ്ഞിട്ടില്ല. പേരുകൾ വെക്കാൻ പാടില്ല. പാലക്കാട് ആസ്തി ഫണ്ടുകളില് പാലക്കാട് നഗരസഭയുടെ പേര് മാത്രമേ പറയുള്ളൂ. വെക്കാൻ പാടുള്ളൂ. വ്യക്തികളുടെ പേര് കെട്ടിടങ്ങളിൽ വെക്കാൻ പാടില്ല എന്ന ചട്ടങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇത് പാസ്സാക്കിയിട്ടുള്ളത്. ആ ചട്ടം സെക്രട്ടറി കാണിച്ചു തരട്ടെ. ഞങ്ങൾക്ക് ചട്ടം സെക്രട്ടറി കാണിച്ചു തരട്ടെ. തെറ്റായ രീതിക്കാണ് ഇത് പോയിട്ടുള്ളത്. ഒരിക്കലും പേര് വെച്ചു നിങ്ങളുടെ പ്രതിഷേധം ഇവിടെ അവസാനിപ്പിക്കണോ? ഇല്ല, ഞങ്ങൾ തുടരും. ഞങ്ങൾ കോടതി വരെ പോകും. ഇതുമായി ബന്ധപ്പെട്ട് കോടതി വരെ പോകും. കേസ് ഞങ്ങൾ അവസാനിപ്പിക്കില്ല. ശരിയായ മറുപടി തരണം. ശരിയായ മറുപടി. നിയമത്തില് പാലക്കാട് മുനിസിപ്പാലിറ്റി ഏത് ഒരു ആക്ടിൽ പോലും ഇല്ലാതെ, ആക്ടിൽ ഇല്ലാത്ത നിയമം RSSന്റെ അജണ്ട ഇവിടെ നടപ്പിലാക്കാൻ ഒരു കാരണവശാലും നമ്മൾ സമ്മതിക്കില്ല. അത് മറുപടി ചെയർപേഴ്സൺ പറഞ്ഞേ പറ്റൂ. ചെയർപേഴ്സണ് ഏത് തരത്തിൽ വേണമെന്നുണ്ടെങ്കിലും ഞങ്ങൾ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. ഒരു കാരണവശാലും ഒരു രാജ്യദ്രോഹിയായ ഹെഡ്ഗേവാറിന്റെ പേരിടാൻ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. അദ്ദേഹം പറയുന്നതാണ്. ഈ പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് ലക്ഷ്മി പറയുന്നത്. ഇപ്പോൾ പുറത്ത് മറ്റൊരു പ്രതിഷേധവും നടക്കുന്നുണ്ട്. എന്തായാലും ഒരിക്കലും കേരളം കാണാത്ത അത്രയും വലിയ സംഭവബഹുലമായ സംഭവവാസങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ആദ്യം ഈ അജണ്ടക്കെതിരെ അല്ലെങ്കിൽ ഈ നഗരസഭാ യോഗത്തിനെതിരെ വലിയ പ്രതിഷേധവുമായി നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാർ വരുന്നു. അതോടൊപ്പം തന്നെ പ്ലക്കാർഡ് മാന്തിയാണ് അവർ ഇവിടേക്ക് വന്നത്. ഈ അജണ്ട പ്രഖ്യാപിച്ച സമയത്ത്, യോഗം തുടങ്ങിയ അതേ സമയത്ത് തന്നെ പ്രതിഷേധം തുടരുകയും പ്രതിഷേധത്തിന്റെ സാഹചര്യത്തിൽ മുഴുവൻ അജണ്ടകളും പാസ്സായി എന്ന് പറഞ്ഞുകൊണ്ട് ചെയർപേഴ്സൺ അജണ്ടകൾ പാസ്സായി എന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ഇരുകൂട്ടരും, പ്രതിപക്ഷവും ഭരണപക്ഷവും വലിയ തോതിൽ വാക്കേറ്റമുണ്ടാവുകയും അതോടൊപ്പം തന്നെ അത് കയ്യാങ്കളിയിലേക്കും കൂട്ട അടിയിലേക്കും മാറുന്ന ഒരു സാഹചര്യമായി മാറിയത്. ഇപ്പോൾ BJPയുടെ പാർട്ടി പ്രവർത്തകർ അവരിവിടെ തടിച്ചു നിൽക്കുന്നുണ്ട്. അതായത് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി, അതിൽ കാണുന്നതിന് വേണ്ടി അവിടുത്തെ ഗാലറിയിൽ BJPയുടെ പ്രവർത്തകരുണ്ടായിരുന്നു. BJPയുടെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം, അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തകരും ഗാലറിയിൽ ഉണ്ടായിരുന്നു. അവരാണ് ഇപ്പോൾ ഇവിടെ പ്രകടനവുമായി മുന്നോട്ട് പോകുന്നത്. അതിൽ ഉന്നയിക്കുന്ന മറ്റൊന്ന്, ഇവിടെ പാലക്കാട് നഗരത്തിൽ ജിന്ന സ്ട്രീറ്റ് ഉണ്ട്. ആ ജിന്ന സ്ട്രീറ്റിന്റെ പേരും മാറ്റണമെന്ന് പ്രതിപക്ഷം BJP പ്രവർത്തകർ പറയുന്നു. എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ്. ഇപ്പോൾ UDF അംഗങ്ങൾ, UDF കൗൺസിലർമാർ നഗരസഭാ സെക്രട്ടറിക്ക് മുമ്പിൽ ഈ പ്രതിഷേധം
പ്രതിഷേധവുമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ BJPയും അവിടെ അതേ നിലപാടിൽ നിൽക്കുകയാണ്. ഹെഡ്ഗേവാറിന്റെ പേര് തന്നെ ഈ കെട്ടിടത്തിന് നൽകും, അതിനകത്ത് ഒരു മാറ്റവും ഇല്ല എന്നുള്ളത് തന്നെയാണ് BJPയും പറയുന്നത്.